ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നത് പത്തനംതിട്ടയിലെ ഒരു സ്പാ സെന്ററിൽ ഒരു പെൺകുട്ടി കൂട്ട അതിക്രമത്തിന് മീൻസ് ബലാത്സംഗത്തിന് ഇരയായി എന്നുള്ളൊരു വാർത്ത നമ്മൾ 2 ദിവസമായിട്ട് കേട്ടു. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല കേട്ടോ. നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു അതിക്രമം, പീഡനം എന്നൊക്കെ പറയുന്നത് എന്താണ് എന്നുള്ളത് ഇപ്പോഴെങ്കിലും നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. നിങ്ങളൊരു അതിക്രമം എന്ന് പറഞ്ഞാൽ ഇതാണ്: ഒരു സ്ത്രീകൾ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം നടത്തിയിരിക്കുന്നു, സ്പാ സെന്ററോ എന്തോ ആയിക്കോട്ടെ, അവിടെ ചെന്നിട്ട് കുറെ അക്രമികൾ ചെന്ന് ബലാത്സംഗം ചെയ്തു ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഒരു സ്ത്രീക്കെതിരെയുള്ള അതിക്രമവും കടന്നുകയറ്റവും ബലാത്സംഗം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും പത്തനംതിട്ടയിലാണ്. അപ്പോൾ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു ഗുണ്ട ആക്രമണങ്ങളൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷെ സ്ത്രീകൾക്കെതിരായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് പകലിൽ ചെന്നിട്ട് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുക, കൂട്ടമായിട്ട് ആക്രമിക്കുക, ബലാത്സംഗത്തിന് ഇരയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതുവരെ നടക്കാത്തൊരു സംഭവമാണ്. അപ്പം പോലീസിന്റെ ഒരു നിയമവാഴ്ചയുടെ അല്ലെങ്കിൽ പോലീസിന്റെ പ്രൊട്ടക്ഷൻ എത്രത്തോളം ആണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ചോദിക്കും, നിങ്ങളിപ്പോൾ പോലീസുകാർക്ക് എവിടെയെങ്കിലും ഒക്കെ ഒരു സംഭവം ഒരു ചെറിയ എല്ലാവരും ഇങ്ങനെ ലഘൂകരിക്കുകയാണല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ വളരെ ഒറ്റപ്പെട്ട ഒരു സംഭവം നടന്നതുകൊണ്ട് കേരള പോലീസിനെ അല്ലെങ്കിൽ പോലീസിനെ എന്തിനാണ് വിമർശിക്കുന്ന ചോദ്യം വരും. പക്ഷെ ഞാൻ അവിടെ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരള പോലീസിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ചിട്ടാണ്. ഈ പത്തനംതിട്ടയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവാഹിതരായിട്ടുള്ള പെണ്ണുങ്ങൾ കൂടെ കിടക്കാനായിട്ട് ചെന്ന് അങ്ങോട്ട് വിളിച്ചു വരുത്തി കൂടെ കിടപ്പിച്ച് ഗർഭം ഉണ്ടാക്കിച്ചിട്ട് പരാതി കൊടുത്തു. ചിലത് വ്യാജ പരാതികൾ, ചിലത് പരാതി ഇല്ലാത്ത, തലയും വാലും ഇല്ലാത്ത പരാതികൾ, മനുഷ്യരില്ലാത്ത പരാതികൾ, അങ്ങനെയൊക്കെ പരാതി കൊടുത്തപ്പോഴത്തേക്ക് രായ്ക്ക് രാമൻ എവിടെയോ ഇരുന്ന് ഒരു പേരും ഊരും ഇല്ലാത്ത ഒരു ഇമെയിൽ പരാതി കിട്ടിയപ്പോഴത്തേക്കും രായ്ക്ക് രാമാനം 12:30 മണിക്ക് ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ചതിന്റെ ഒരു 10% മിടുക്ക് മതിയായിരുന്നു ഈ അക്രമികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യാൻ. ഇപ്പോഴും 3 ദിവസമായിട്ടും ഈ ബലാത്സംഗം ചെയ്ത അക്രമികളെ പിടികൂടാനായിട്ട് ഈ കേരള പോലീസിന്, പ്രത്യേകിച്ച് പത്തനംതിട്ട പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ പത്തനംതിട്ട പോലീസിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും ചേർന്നാണ് അന്ന് പാതിരാത്രി 12:30 മണിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ആ ഒരു മിടുക്കൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ ചേട്ടന്മാരെ, പോലീസ് ചേട്ടന്മാരോടാണ് കേട്ടോ. ആ മിടുക്കൊക്കെ എവിടെ പോയി? ഒരു പട്ടാപ്പകൽ ഒരു പെങ്കൊച്ചിനെ ഒരു സ്ഥാപനത്തിൽ കയറി ബലാത്സംഗം ചെയ്തിട്ട് ആ അക്രമികളെ 24 മണിക്കൂർ, നീയൊക്കെ ഈ കാക്കിയിട്ടതിന്റെ ഒരു കാക്കിയിട്ടതിന് അല്ലെങ്കിൽ കാക്കിയോടൊരു ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ 24 മണിക്കൂർ തികച്ചുണ്ടായിരുന്നു ഈ അക്രമികളെ പിടിക്കാൻ. 3 ദിവസമായിട്ടും 2 പേരെയാണ് ഇതുവരെയും പിടിച്ചത്. ഇനി 4 പേരെ കിട്ടാനുണ്ട്. അതാണ് നമ്മുടെ ഇരട്ടത്താപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്ത് തന്നെയായാലും ഇവിടുത്തെ നിയമവാഴ്ച വളരെ നന്നായി പ്രകീർത്തിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് അല്ലെ. ആഭ്യന്തര വകുപ്പിന് എന്താണ് സംഭവിച്ചത്? പിണറായി വിജയൻ സഖാവിന് ഇതേ കണക്കുള്ള വ്യാജ പരാതികളും പരാതിക്കാരികളുടെ പരാതികൾ മാത്രമേ എടുക്കൂ, അതോ അങ്ങയുടെ സമക്ഷം വരുന്ന പെറ്റീഷൻ മാത്രമേ അങ്ങ് എടുക്കൂ എന്നുള്ളതാണോ? പോലീസിന് നേരിട്ട് നിയമത്തിന്റെ സാധുതയിൽ പോലീസിന് വരുന്ന പരാതികളൊന്നും എടുക്കാൻ പാടില്ല. എനിക്ക് നേരിട്ട് ഇമെയിലായാലും എനിക്ക് മുഖ്യമന്ത്രിക്ക്, ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്ന് പറഞ്ഞ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ് നേരിട്ട് പരാതികൾ തന്നാലേ മറ്റുള്ളവരുടെ പരാതികളൊക്കെ അങ്ങ് എടുക്കുകയുള്ളൂ, അല്ലെ അങ്ങനെയുള്ളവർക്ക് മാത്രമേ പോലീസിന്റെ സംരക്ഷണം കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുടെ അങ്ങനെയുള്ള പ്രതികളെ, പരാതിക്കാരുടെ പ്രതികളെ മാത്രമേ അങ്ങ് ഓടിച്ചിട്ട് അല്ലെങ്കിൽ ഐക്യരാമാനം പിടിക്കുകയുള്ളൂ. പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ നിയോഗിച്ച് പിടിക്കുന്നതൊക്കെ അങ്ങനെയാണോ? ഇത് എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. സാധാരണ ഏതൊരു വ്യക്തിക്കും തോന്നുന്ന സംശയങ്ങൾ മാത്രമാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ പത്തനംതിട്ടയിലെ ആ ക്രൂര പീഡനം, ആ ബലാത്സംഗത്തിന്റെ ആ ഒരു ആ വാർത്തകളൊക്കെ പുറത്തു വന്നപ്പോൾ നമ്മൾ സത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടും കേട്ടോ. നമ്മുടെ ഈ സാക്ഷര കേരളത്തിൽ അല്ലെങ്കിൽ ഇത്രയും ഭയങ്കര അഭിമാനകരമായിട്ട് പല നേട്ടങ്ങളുണ്ട് എന്ന് പറയുന്ന 10 വർഷക്കാലം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാർ 10 വർഷക്കാലം നമ്മുടെ നാട് ഭരിച്ചു. ആ നാട് ഭരിച്ചതിന്റെ 10ാമത്തെ വർഷം ഇനി 2 മാസം ഉള്ളപ്പോൾ നല്ലൊരു റിമാർക്കാണ് അവർക്ക് കിട്ടിയത് അല്ലേ. ഒരു സ്ത്രീ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വേണ്ടി, അല്ലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി എന്നൊക്കെ പറയുന്ന ഗവൺമെന്റ് ആയിരുന്നു. പിന്നെ തീവ്രത ഇളക്കാൻ ആന്റിമാരൊക്കെ പോവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തീവ്രത അവരെ ഇടയ്ക്ക് പോയി അളക്കും. ഇനിയിപ്പോൾ ഈ ബലാത്സംഗം ചെയ്ത കൊച്ചിനെ തീവ്രത ഇനി അളക്കാൻ പോകുമോ എന്തോ എനിക്കറിയില്ല. അതിന് ഏത് പാർട്ടിക്കാരിയാന്ന് ചോദിച്ചിട്ടാണോ, അതിന് ഏത് പാർട്ടിയിലെങ്കിലും ബന്ധമുള്ള, അല്ലെങ്കിൽ പാർട്ടിയുമായിട്ട് ഏതെങ്കിലും രീതിയിൽ 3 ജന്മത്തിൽ അല്ലെങ്കിൽ 3 തലമുറയ്ക്ക് മുമ്പെങ്കിലും ആരെങ്കിലും ഒരു പാർട്ടിയിൽ ഉള്ളവരാണോ എന്നൊക്കെ ഇവർ അന്വേഷിക്കും. എന്നിട്ടാണ് ഇവർ തീവ്രത അളക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള തീവ്രത അളക്കുന്ന അമ്മച്ചിമാരെയും ആന്റിമാരെയും ഒക്കെ നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉള്ളത് തന്നെ നല്ല കാര്യമാണ്. അപ്പൊ അവര് തീവ്രതയൊക്കെ പോയി അളക്കട്ടെ, പക്ഷെ ഈ അക്രമികളെ എത്രയും പെട്ടെന്ന് പിടികൂടണം.
നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ എല്ലാവർക്കും, സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരുപോലെ ജീവിക്കേണ്ട നാടാണ്. നമ്മളെപ്പോഴും എല്ലാവരും പറയും ഒരു പെൺകുട്ടീനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ, രാഹുലിൻ്റെ കാര്യം തന്നെ പറഞ്ഞു വന്നാൽ, ഒരു സ്ത്രീയെ വളരെ മൃഗീയമായിട്ട് അല്ലെങ്കിൽ വളരെ അതിക്രൂരമായിട്ട് ചെന്ന ഉടനെ തന്നെ പിച്ചി ചീന്തി ബലാത്സംഗം ചെയ്തു. ആ ബലാത്സംഗം ചെയ്ത് ദേഹം മുഴുവൻ മാന്തിപ്പൊളിച്ചു, മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പി എന്നൊക്കെ പറഞ്ഞ് ഒരുത്തിനെയാണോ നിങ്ങൾ വന്നിരുന്ന് ന്യായീകരിക്കുന്നത്? അതുപോലെ ഗർഭഛിദ്രം നടത്തിച്ച് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി അവരുടെ ഭ്രൂണം നശിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ഒരാളിനെയാണോ നിങ്ങൾ ന്യായീകരിക്കുന്നതെന്ന് തോന്നും. അപ്പോൾ അതൊക്കെ ഞാൻ ഓൾറെഡി ആ വീഡിയോ ഇട്ടതാണ്. പിന്നീട് റെപ്പിറ്റീഷൻ നമുക്ക് വേണ്ട. അപ്പോൾ റെപ്പിറ്റീഷൻ വേണ്ടാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ കേരള പോലീസിൻ്റെ ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ, കേരള പോലീസും പിണറായി സർക്കാരും ഏതെങ്കിലും വിവാഹിതരായ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് അവരുമായിട്ട് ബന്ധമുള്ള, സർക്കാരുമായിട്ടോ ഏതെങ്കിലും രീതിയിലൊക്കെ ബന്ധമുള്ള പെണ്ണുങ്ങൾ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു പരാതി, അത് ഇമെയിൽ വേണമെന്നില്ല, ചുമ്മാ ഫോണിൽ വിളിച്ച് പറഞ്ഞാലും മതി, ഉടനെ കേസെടുത്ത് അയാളെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യുക. ഇതേപോലെ നിരാലംബരായ സ്ത്രീകൾക്ക്, ഇതേപോലെ പീഡിതരാകുന്ന സ്ത്രീകൾക്കുള്ള ഒരു നീതി നിഷേധമാണ് അപ്പോൾ നടക്കുക അല്ലെ? കോടതി അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. യഥാർത്ഥമായിട്ടുള്ള പീഡനത്തിന് ഇരയാവുന്ന സ്ത്രീകൾക്കുള്ള നീതി നിഷേധമാണ്. റേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഡെഫിനിഷൻ പ്രത്യേകിച്ചും കോടതികളൊക്കെ ശ്രദ്ധിക്കണം. കോടതിയും അതേപോലെ പോലീസ് സംവിധാനവും ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. കോടതിയുടെ വിലപ്പെട്ട സമയവും പോലീസിന്റെ വിലപ്പെട്ട സമയവും നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇത്തരം പരാതികൾ വരുമ്പോൾ ജാഗരൂകരായിരിക്കണം. ഇതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പോയാൽ വളരെ നന്നായിരിക്കും. എന്തായാലും എന്താ പറയുക, പത്തനംതിട്ട സ്പായിൽ നടന്ന ആ ഒരു സംഭവത്തിൽ പോലീസുകാർ പോലും മാസപ്പടി വാങ്ങിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ആ ഒരു സ്പായുടെ സ്പാ സെൻറ്ററിൽ പോയിട്ട് പോലീസുകാർ മാസപ്പടി വാങ്ങിക്കുന്നു. ചിലപ്പോൾ ഇപ്പോൾ സ്പായുടെയൊക്കെ മറവിൽ ഒരുപാട് കൊള്ളരുതായ്മകൾ നടക്കുന്നുണ്ട്. നമുക്കത് ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. സ്പായിൽ ക്രോസ് മസാജിങ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ക്രോസ് മസാജിങ് എന്ന് പറയുന്ന പുരുഷൻ സ്ത്രീക്കും സ്ത്രീ പുരുഷനും അങ്ങനെയുള്ള ഓപ്പോസിറ്റ് സെക്സ് ആണ് മസാജ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ആൾക്കാർ. നമ്മൾ ഇടയ്ക്ക് വെച്ചൊരു വാർത്ത കേട്ടായിരുന്നു. ഒരു പോലീസുകാരൻ ഇങ്ങനെ സ്പാ സെൻറ്ററിൽ പോയിട്ട് അങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ, ഹണി ട്രാപ്പ് പോലുള്ള ഒരു സംഭവം നമ്മൾ ഇടയ്ക്ക് ഒരു വാർത്തകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ദിവസത്തെയോ അല്ലെ അര ദിവസത്തെയോ അല്ലെങ്കിൽ 2 ദിവസത്തെയോ വാർത്തകൾക്ക് അപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള വാർത്തകളൊന്നും പോകില്ല. കാരണം അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇതേപോലെയുള്ള ഏതെങ്കിലും മാങ്കൂട്ടന്മാരുടെയൊക്കെ ആണെങ്കിൽ ഏത് വ്യാജ പരാതിയാലും ഏത് വിവരമില്ലാത്തവന്മാർ കൊണ്ടുവന്ന് എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലും ഉടനെ പൊക്കി പിടിച്ചുകൊണ്ട് വരും. മാങ്കൂട്ടം അങ്ങനെ പറഞ്ഞു, മറ്റൊരു മാങ്കൂട്ടത്തിന് ഇങ്ങനെ പറഞ്ഞു, അവനെ മറ്റേത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകളും ഇതൊക്കെ ആയിട്ട് വാർത്താ ദാരിദ്ര്യം എന്നേ പറയാൻ പറ്റും. വാർത്തകളുടെ ദാരിദ്ര്യം. കുറേ മാപ്രകൾ, മഞ്ഞ മാപ്രകൾ ഇറങ്ങി, ആണും പെണ്ണും അത് തന്നെ, ഒരു വിവരവും ബുദ്ധിയും ഇല്ലാതെ. കണ്ടില്ലേ, ഒരു മാപ്ര, ഒരു റിപ്പോർട്ടർ വന്നിരുന്നിട്ട് അതിജീവിത എന്ന് പറയുന്ന പരാതിക്കാരി, അതിജീവിത എന്നാണല്ലോ അവർ സംബോധന ചെയ്യുന്നത്. നമ്മളൊന്നും ഒരിക്കലും അതിജീവിത എന്ന് സംബോധന ചെയ്യില്ല. അതൊക്കെ ഫേക്ക് ഫെമിനിസ്റ്റുകളാണ് അങ്ങനെ അതിജീവിത എന്നൊക്കെ സംബോധന ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഫെമിനിസം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാത്ത ആൾക്കാർ, ഇവരൊക്കെ വിചാരിക്കുന്ന ഫെമിനിസം എന്ന് പറയുന്നത് ആണിനെ കുറെ തെറി വിളിച്ച്, ആണിനെതിരെ പുരുഷന്മാർക്കെതിരെ കുറെ വ്യാജ പരാതി കെട്ടിച്ചമച്ച് വ്യാജ പരാതി കൊടുക്കുന്നതും, പുരുഷന്മാർക്കെതിരെ ഗൂഢാലോചന നടത്തി പരാതിപ്പെടുന്നതും, പുരുഷന്മാരെ പാത്ത് ചീത്ത വിളിക്കുന്നതും, പുരുഷനെ കൈ ഉയർത്തി അടിക്കുന്നതും, എവിടെയെങ്കിലും ചെന്ന് പുരുഷനെ ആക്ഷേപിക്കുന്നതുമാണ്. നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, അത് പുരുഷൻ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്, നമ്മുടെ വിരൽത്തുമ്പിൽ തൊട്ടാൽ പോലും ആ സ്പോട്ടിൽ നമ്മൾ ചെവുക്കലടിച്ച് പൊട്ടിക്കണം. അപ്പോൾ അടിക്കാൻ പറ്റിയില്ല, നമുക്കപ്പോൾ ശാരീരികമായി ഉപദ്രവിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ നിയമ നടപടി സ്വീകരിക്കുക. ഇവിടെ പോലീസിനൊക്കെ അതിനല്ലേ വെച്ചിരിക്കുന്നത്. നമ്മുടെ ടാക്സ്, നമ്മുടെ നികുതി പണം കൊടുത്തല്ലേ ഇവരെയൊക്കെ ശമ്പളം കൊടുക്കി നിർത്തുന്നത്. നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ നിർത്തിയിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. അല്ലാണ്ട് ഈ ഫേക്ക് ഫെമിനിസവും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് ആയിരിക്കത്തില്ല എപ്പോഴും സംസാരിക്കുന്നത് അല്ലേ. നമ്മൾ ഫേക്ക് ഫെമിനിസം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ജസ്റ്റിസിന് ഒരിക്കലും ജെൻഡർ ഇല്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ജസ്റ്റിസിന് ഒരിക്കലും ജെൻഡർ ഇല്ല. പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള വളരെ കുറച്ച് ആൾക്കാരും കുറച്ച് സ്ത്രീകളും, ശ്രീനാദേവിയും അതുപോലെ തന്നെയുള്ള കുറച്ച് സ്ത്രീകളും ഒക്കെ ആണ് പുരുഷന്മാർക്ക്. കാരണം അവർക്കൊരു ഇൻജസ്റ്റിസ് സംഭവിക്കുമ്പോൾ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ. ഇപ്പം ഞങ്ങളെ പോലെയുള്ള കുറച്ച് ആൾക്കാർ. അപ്പം പുരുഷന്മാർക്കും ഇൻജസ്റ്റിസ് സംഭവിക്കുമ്പോൾ നമുക്കും പുരുഷന്മാർക്ക് വേണ്ടിയിട്ടും നമ്മളൊക്കെ സംസാരിക്കേണ്ട അവസ്ഥ വരുമോ? കാരണം നമ്മുടെ വീട്ടിൽ പുരുഷന്മാരുണ്ട്. എല്ലാ കുടുംബത്തിലും ഒരു പുരുഷൻ്റെ അച്ഛനുണ്ടാവും, സഹോദരങ്ങളുണ്ടാവും അല്ലെ, മകനുണ്ടാവും, ഭർത്താവ് ഉണ്ടാവും. അപ്പോൾ അവർക്കും നാളെ ഈ ഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇരട്ടത്താപ്പ്, പോലീസിന്റെ ഇരട്ടത്താപ്പാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 4 അക്രമികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല. പത്തനംതിട്ട കൂട്ടബലാത്സംഗം, സ്പായിൽ നടന്ന കൂട്ടബലാത്സംഗം, അതിൽ 2 പ്രതികളെ മാത്രമാണ് പിടികൂടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് 4 പ്രതികളെ ഇപ്പോഴും പിടികൂടിയിട്ടില്ല.
രായ്ക്ക് രാമാനം 12:30 മണിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ MLA ആണ്, നിയമസഭാ സാമാജികനാണ്, അറസ്റ്റ് ചെയ്ത ആ രീതിയൊന്നും അതേ പോലീസ്, അതേ പത്തനംതിട്ട ജില്ലയിലെ അതേ പോലീസ്, അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ആ പോലീസിന് ഇപ്പം യുവമാരെ പിടിക്കാനായിട്ട് പറ്റുന്നില്ല. അവർക്ക് പിന്നെ മിടുക്കില്ല എന്നുള്ളതായിരിക്കും. അപ്പം മിടുക്കന്മാരായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് നമ്മുടെ സേനയിലുണ്ട്. പക്ഷേ അത് പിണറായി വിജയൻ്റെ പിന്നെ എന്താ പറയണേ, പിണറായി വിജയനെ ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാവും. കാരണം നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. ഏത് പാർട്ടി ആയാലും നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു രീതിയിൽ ആക്ഷേപിക്കാൻ തയ്യാറാകുന്ന ശരിയുമല്ല. നമ്മൾ നല്ല ഭാഷയിൽ സംസാരിക്കുക, നമ്മുടെ വിമർശനങ്ങൾ നല്ല ഭാഷയിൽ പറഞ്ഞു തീർക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ മേയറുണ്ട്, മേയർ രാജേഷ് ഇന്നെന്തായാലും കുറച്ച് ഈ തിരുവനന്തപുരത്തെ ആരോഗ്യ വിഭാഗത്തിന് ഇവിടുത്തെ സ്പാകളെല്ലാം പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സ്പർശൻ എന്ന് പറയുന്ന ഒരു സ്പാ പൂട്ടിച്ചു കേട്ടോ. സ്പർശൻ എന്ന് പറയുന്ന നമ്മുടെ സ്റ്റാച്യൂലുള്ള ഒരു സ്പാ പൂട്ടിച്ചിട്ടുണ്ട്. അവിടെ ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ വിഭാഗം ചെക്ക് ചെയ്തപ്പോൾ യാതൊരു തരത്തിലുള്ള വേണ്ട മാനദണ്ഡങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ഒരു യുവതിയെ അധിക്ഷേപിച്ചു. ഈ പിന്നെ സ്പാ നടത്തുന്ന ഒരു പുരുഷനാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ പുരുഷന്റെ ഭാഗത്തു നിന്നും ആ സ്ത്രീക്ക് പിന്നെ മാന്യതക്കേട് വന്നു എന്നുള്ളതാണ്. അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു, അല്ലെങ്കിൽ അവരെ ഏതോ രീതിയിൽ അവരെ ഉപദ്രവിച്ചു. ആ ഒരു പരാതിയും കൂടി കിട്ടിയിട്ടാണ് നമ്മുടെ മേയർ VV രാജേഷ് ഉത്തരവിട്ടു എത്രയും പെട്ടെന്ന് അത് ആരോഗ്യ വിഭാഗം പരിശോധിക്കാൻ. അങ്ങനെ ആ സ്പാ പൂട്ടിച്ചു. നാളെ മുതൽ കണ്ടിന്യൂസ്ലി ഇവിടെ തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാ സ്പാ കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ച് പോലീസിനെ ഉൾപ്പെടെ പോലീസുമായിട്ട് ചേർന്നിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് VV രാജേഷ് നമ്മുടെ മേയർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ മുതൽ തിരുവനന്തപുരത്തെ കുറേ സ്പാ സെന്റർ പൂട്ടാൻ സാധ്യതയുണ്ട്. ഈ സ്പാ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു വെസ്റ്റേൺ കൾച്ചറിന്റെ ഭാഗമായിട്ടാണ്. ആയുർവേദ സ്പാകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ആയുർവേദ ഹോസ്പിറ്റലുകളിൽ ആയുർവേദ മസാജിങ്ങും ആയുർവേദ സ്പായൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒതേ കണക്കുള്ള ബ്യൂട്ടി പാർലറിന്റെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോസ്മെറ്റിക്സിന്റെയൊക്കെ മറവിൽ പിന്നെ യാതൊരു തരത്തിലുള്ള ലൈസൻസ് എടുത്തിട്ട് അവർക്ക് വേണ്ട മാനദണ്ഡങ്ങളൊന്നും ഇല്ലാതെ ഒരു രതിസുഖത്തിന് വേണ്ടിയിട്ട് അല്ലേ, പിന്നെ ഒരു രതിസുഖത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള സ്പാകളൊക്കെ പൂട്ടിക്കണം. കാരണം അതൊന്നും നമ്മുടെ കൾച്ചറിനെ പറ്റിയതല്ല. അങ്ങനെയുള്ള സ്പാകളൊന്നും നമ്മുടെ നാട്ടിൽ വേണ്ട. ഇത് തന്നെയാണ് നമ്മുടെ VV രാജേഷ് ബഹുമാനപ്പെട്ട മേയർ VV രാജേഷും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളെ മുതൽ തിരുവനന്തപുരത്ത് എന്തായാലും ഇഷ്ടം പോലെ പിന്നെ പരിശോധനകളൊക്കെ ആരോഗ്യ മേഖലയുടെ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനകൾ ഉണ്ടാവും, കൂടെ പോലീസും ഉണ്ടാവുമെന്നാണ് VV രാജേഷ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് എവിടെയൊക്കെ പരിശോധിച്ചാലും ഒരു സ്പാ ആണ്, സ്റ്റാച്യൂലുള്ള ഒരു സ്പാ ഇന്ന് പൂട്ടുകയും ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. എന്തായാലും അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർവാധികം ശക്തനായി ഇറങ്ങിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഫേസ്ബുക്കിലെ പോസ്റ്റ് നമ്മുടെ അടൂർ പ്രകാശിനെ ഇന്ന് SIT ചോദ്യം ചെയ്തായിരുന്നല്ലോ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. പോറ്റിയുടെ കൂടെ അടൂർ പ്രകാശ് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചിട്ട് കുറേ ദിവസമായിട്ട് CPM-കാർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടൂർ പ്രകാശിനെ ഇന്ന് SIT വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് എന്തായാലും 2 മണിക്കൂർ മൊഴിയെടുത്തു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അടൂർ പ്രകാശ് വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു. അതിലെ പോലീസ് ഉദ്യോഗസ്ഥർ അപ്പം നമ്മുടെ മരമുറി ചാനലിന് റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. മരമുറി ചാനലിന്റെ ഇന്നലത്തെ ബ്രേക്കിംഗ് ഒക്കെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, 2.5 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞു അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, അറസ്റ്റിലേക്കാണോ നീങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബ്രേക്കിംഗ് ആയിരുന്നു കേട്ടോ. എന്തായാലും അടൂർ പ്രകാശ് വന്ന് നല്ലത് കൊടുത്തു. ഇന്ന് മരമുറി ചാനലിനൊക്കെ ഇന്നലെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, മരമുറി ചാനൽ പിന്നെ UDF വന്നു കഴിഞ്ഞാൽ ഈ ചാനൽ ഞങ്ങൾ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇന്നിപ്പോൾ അടൂർ പ്രകാശ് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഭയങ്കര ബ്രേക്കിംഗ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിനെതിരെ അപ്പോൾ അടൂർ പ്രകാശിനെ ഈ ഒരു SIT പിന്നെ ക്വസ്റ്റ്യൻ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോൺഗ്രസ് നേതാക്കന്മാരും പ്രതികരിച്ചിട്ടില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം ആദ്യത്തെ ഒരു പരാതി വന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചത് അടൂർ പ്രകാശ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ അടൂർ പ്രകാശിന് വേണ്ടി തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർവാധികം ശക്തനായിട്ട് ഇറങ്ങി എന്നുള്ളതിൻ്റെ തെളിവാണ് നമുക്കത് വെളിവാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു അത്രേ. ആയിക്കോട്ടെ, ഒരു അന്വേഷണ ഏജൻസിക്ക് ആരെയും ചോദ്യം ചെയ്യാം. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് കേട്ടോ. ഈ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാനൊന്ന് വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നു. പക്ഷേ എന്താണ് SIT അന്വേഷിക്കുന്ന ഇവിടുത്തെ ഒഫൻസ്. അപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത് പോറ്റിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ വെച്ചിട്ടാണ് ചോദ്യം ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ
ഫോട്ടോ എടുക്കുന്ന പോറ്റിയുമായി പരിചയമുള്ളത് അന്വേഷിക്കുവാണോ, പോറ്റിക്കൊള്ളപ്പോൾ ഫോട്ടോ എടുത്തവരെ അന്വേഷിക്കുകയാണ്. ഇതൊന്നുമല്ല, സ്വർണ്ണക്കൊള്ളയാണ്. ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ സ്വർണം മോഷ്ടിച്ചവരെ കുറിച്ചിട്ടാണ് അന്വേഷിക്കുന്ന SIT. അപ്പം ഇങ്ങനെയുള്ള ഫോട്ടോ ഉള്ള ആൾക്കാരെ എല്ലാം അന്വേഷിക്കുകയാണെങ്കിൽ ക്ലിഫ് ഹൗസിലും അന്വേഷിച്ചൂടെ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത്. അത് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ച ചോദ്യം കറക്റ്റാണ്. പിന്നെ നമ്മുടെ പോറ്റി ആരുടെ കൂടെയൊക്കെ നിന്നു, പോറ്റി ആരുമായിട്ടൊക്കെ ബന്ധമുണ്ട്, അല്ലെ ആരുടെ കൂടെയൊക്കെ ഫോട്ടോയിൽ നിന്നു എന്നറിയാനാണെങ്കിൽ ഈ സകലമാന ആൾക്കാർ, ഈ ഫോട്ടോയിലുള്ള പിണറായി വിജയൻ വീഡിയോ വരുന്നുണ്ട്. പിണറായി വിജയന്റെ ഫോട്ടോ മാത്രമല്ല, പിണറായി വിജയന്റെ വീഡിയോ വരെ ഉള്ളപ്പം പിണറായി വിജയനെയും പിന്നെ എന്താ പറയുക ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലെങ്കിൽ മൊഴി എടുക്കണം എന്നുള്ളതാണ് രാഹുൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ മാധ്യമപ്രവർത്തകരും ശ്രീ വിജയനും വിജയൻ സേനയും വിജയൻ ശ്രുതിപാഠകരായ ഒരു ഭാഗം മാധ്യമപ്രവർത്തകരും എത്ര ഓവർ ടൈം ഡ്യൂട്ടി ചെയ്താലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തന്നതിനേക്കാൾ വലിയ അടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരും എന്നുള്ളതും പ്രത്യേകിച്ചും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആയിരിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിനെക്കാട്ടി കൂടുതൽ വളരെ വലിയ ഒരു നാണക്കേട് തന്നെ CPM-നുണ്ടാവും. കാരണം CPM ഒരു ബുദ്ധി ഇല്ലാതാണ് ചെയ്യുന്നത്. പഴയ സഹാക്കന്മാർ, എൻ്റെ അച്ഛനൊക്കെയുള്ള കാലങ്ങളിൽ ഭയങ്കര അവരുടെ ഒരു മീറ്റിംഗൊക്കെ അവർ ഭയങ്കര രഹസ്യമായിട്ടുള്ള കാര്യങ്ങളും അവർ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അവർക്കൊന്നും ആർഭാടമില്ലായിരുന്നു. ഇന്നത്തെ ആൾക്കാർക്ക്, ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കാണ് ഏറ്റവും കൂടുതൽ പണമുള്ളത്. ഒരു തദ്ദേശ സ്വയംഭരണ ആ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തിന് തൊട്ട് മുൻപ് ഒരാഴ്ചയോ 2-3 ദിവസം മുൻപ് പിണറായി വിജയൻ സഖാവ് ഒരു കോടി രൂപയ്ക്ക് മേലുള്ള ഒരു കാറ് പുതിയതെടുത്ത് വീണ്ടും. അപ്പം നമ്മുടെ നികുതി പണം വെച്ചിട്ട് അവർ മാക്സിമം അർമാദിക്കുവാണ്. അപ്പോൾ ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഭൂഷണമല്ല. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് ഇഷ്ടം പോലെ കമൻറ്റിലാക്കി കേട്ടോ. അപ്പം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തെ ഒരു ജനപിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിക്കഴിഞ്ഞു. ഒരു രക്തസാക്ഷി പരിവേഷമായി. ഇന്നലത്തെ ആ സുപ്രീം കോടതിയുടെ വിധിയും കൂടി വന്നപ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന് മുകളിലേക്ക് പറന്നുയരാനുള്ള ശക്തി കിട്ടി. പക്ഷേ രാഹുൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആരാണെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഇപ്പം ഞാൻ ആരാണെന്ന് ഞാൻ ആലോചിച്ച് ജീവിക്കണം എന്ന് പറയുന്ന പോലെ ഞാൻ ആരാണ്, എൻ്റെ വില എന്താണ്. ഈ കാണുന്ന പെറുക്കി പെണ്ണുങ്ങളെല്ലാം വിളിക്കുമ്പോഴേ, അല്ലെങ്കിൽ കാണുന്ന തൊലിവെളുപ്പ് കണ്ടിട്ട്, അങ്ങനെ തന്നെ പറയണം, ഞാനും ഒരു തൊലി വെളുത്തിരിക്കുന്ന സാധനമാണല്ലോ. അപ്പോൾ തൊലിവെളുപ്പ് കണ്ടിട്ടോ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെന്ന് കണ്ടിട്ടോ 10 വർത്താനം പറയുന്നു എന്ന് കരുതിയിട്ടോ അവരെ വലിയ ആളാക്കി അവരോട് കോണ്ടാക്ട് ചെയ്ത് അവരുമായിട്ട് അടുപ്പം ഒരിക്കലും സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. കാരണം പെണ്ണാണ്, അതാദ്യം മനസ്സിലാക്കുക. ഈ പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ പക കൂടുതലാണ്. എനിക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്തവർക്കും വേണ്ട എന്ന് പറയുന്ന ഒരു തോന്നൽ, ഇങ്ങനെ ഒരു സ്വഭാവം ഈ സ്ത്രീകളുടെ ഒരു ചെറിയ ഇതിലുണ്ട് കേട്ടോ. ഒരു വലിയ ഒരു ഭാഗം സ്ത്രീകൾക്കെങ്കിലും, അല്ലെങ്കിൽ ഒരു ചെറിയ ഭാഗം സ്ത്രീകൾക്കെങ്കിലും അതുണ്ട്, വലിയ ഭാഗം സ്ത്രീകൾക്കില്ല. ആ ഒരു ചെറിയ ഭാഗത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെന്ന് പെടുന്നെങ്കിൽ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കെണികളിൽ പെടാൻ സാധ്യതയുണ്ട്. രാഹുൽ ഒരു പൊളിറ്റീഷ്യനാണ്, ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാനായിട്ട് ഇറങ്ങിയ ഒരാളാണ്. അത് മാത്രം മുന്നിൽ കാണുക. വിവാഹം കഴിച്ച് ജീവിക്കാമല്ലോ, 10-35 വയസ്സേ ഉണ്ട്. 35 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ വളരെ കൂടുതലാണ്. വിവാഹിത പ്രായമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇനിയും വിവാഹം കഴിച്ച് ജീവിക്കാൻ, നല്ലൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന ഏതെങ്കിലുമൊക്കെ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പം ഈ ഇങ്ങനെയുള്ള ഒരു ധാർമ്മികതയുടെ രീതിയിലുള്ള പോക്ക് വീണ്ടും അത് ധാർമ്മികതയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ ഇനിയും ആക്കി തീർക്കാതെ വളരെ മിടുക്കനായിട്ടുള്ള, വളരെ മിടുമിടുക്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ജനക്ഷേമ കാര്യത്തിൽ പൊളിറ്റിക്സിൽ അത്രമാത്രം നല്ലൊരു പൊളിറ്റീഷ്യനാണ്, സംസാരിക്കാൻ അറിയാം. അപ്പോൾ ആ രീതിയിൽ പോവുക. ഇനിയും ഒരുപാട് ഹണി ട്രാപ്പുകാർ വീണ്ടും വന്ന് വരും. അതെല്ലാം വളരെ ശ്രദ്ധിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും പുതിയ കാര്യങ്ങളുമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.